ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതി നേഷിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നാളെയാണ് നമ്മളൊക്കെ കാത്തിരുന്ന ആദ്യ രാത്രി എന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രുതിക്ക് അതൊരു ദുരന്ത രാത്രിയായിട്ടാണ് മാറുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിക്കും അശ്വിനും ഒരു കുറവും വരുത്തരുതെന്ന് വിചാരിച്ചിട്ട് അഞ്ജലി ആകാശിനും പ്രീതിക്കും മണിയോർ ഒരുക്കിയ പോലെ തന്നെ അശ്വിനും ശ്രുതിക്കും മണിയറ ഒരുക്കുകയാണ്. ഇവർ വേറെ ഒരു രീതിയും വേണ്ട, രണ്ടുപേർക്കും ഒരേപോലെ വേറൊരു തട്ടിലാവരുത്, രണ്ടുപേരും വേർതിരിച്ച് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഗംഭീരമായിട്ടാണ് അവൾ മണിയറയൊക്കെ അരിക്കുന്നത്. അപ്പോൾ ശ്യാം പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുക, അങ്ങനെയല്ല ശ്യാമേട്ട, അവൾക്കിവിടെ ഒരു കുറവും വരാൻ പാടില്ല, രണ്ടുപേരെ രണ്ട് തട്ടിൽ കണ്ടു എന്നൊന്നും തോന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ മണിയറയൊക്കെ ഒരുക്കി പൂക്കളൊക്കെ വിതറിയിടുകയാണ്. എന്നിട്ട് ശ്രുതിക്ക് നല്ല വില കൂടിയ സാരിയൊക്കെ കൊടുക്കുകയാണ്. അഞ്ജലി ശ്രുതിക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് നല്ല വില കൂടിയ സാരിയും അഞ്ജലിയുടെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകിയിട്ട് അണിയിച്ചൊരുക്കിയിട്ട് അഞ്ജലീനെ കൊണ്ട് വരികയാണ്. അഞ്ജലീനെ കൊണ്ടുവരുമ്പോൾ തന്നെ ശ്യാമിൻ്റെ കണ്ണ് തള്ളി പോവുകയാണ്. അത്രയും സുന്ദരിയായിട്ട് ശ്രുതി വരുമ്പോൾ ശ്യാമിൻ്റെ കണ്ണ് തള്ളിപ്പോവാണ്. എന്നിട്ട് ശ്യാം ആലോചിക്കുകയാണ്, ഞാൻ ശ്രുതിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ആദ്യ രാത്രി ഇങ്ങനെ നടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ശ്രുതിനെ ഇങ്ങനെ മുറിയിലേക്ക് അയച്ചിട്ട് ഇവർ പോവും. പിന്നെ അശ്വിൻ വരികയാണ്. അശ്വിൻ വരുമ്പോൾ ഇവർ തന്ന പോലെ പാല് ശ്രുതി എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അശ്വിന് നല്ല ദേഷ്യം വന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, നീ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി, അല്ലാതെ ആ സ്ഥാനം എനിക്ക് ഞാൻ ഒരിക്കലും തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ വീട്ടിൽ ഒരു മൺതരിയുടെ സ്ഥാനം പോലും നിനക്ക് എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് അശ്വിൻ നന്നായിട്ട് തട്ടിക്കയറാണ്. എന്നിട്ട് ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ച് ഞെരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രുതിക്ക് നല്ല വേദനിക്കുന്നുണ്ട്. അവൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് എല്ലാം അവൾക്ക് കിട്ടിയെന്ന് അവൾ അങ്ങനെ വിചാരിച്ച് പോവുകയാണ്. അവൾക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ശ്രുതിയോട് അത്രയും ക്രൂരമായിട്ടാണ് അശ്വിൻ പെരുമാറുക. നിന്നെ ഞാൻ ഒരിക്കലും സ്നേഹിക്കില്ല, നീ എൻ്റെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം നിനക്ക് ഒരിക്കലും ഞാൻ തരില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ദേഷ്യത്തിൽ അശ്വിന് കുറച്ച് ഒരു പുതപ്പും തലനൊക്കെ കൊടുത്തിട്ട് ശ്രുതിനെ ബാൽക്കണിയിലാണ് കിടത്തുക. ശ്രുതി ബാൽക്കണിയിലാണ് തണുത്ത് വിറച്ച് കിടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത് അശ്വിന് വിഷമാവുന്നെങ്കിലും തീർത്തതല്ലാതെ ദേഷ്യമാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ശ്രുതിക്ക് അറിയാം അശ്വിൻ സാറിന് എന്നെ ഇഷ്ടമാണ്, പക്ഷെ പെട്ടെന്ന് സാറിന് എന്നോട് ഇങ്ങനെ പെരുമാറാൻ എന്താ കാരണം ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് ശ്രുതി അശ്വിൻ്റെ പിന്നാലെ നടക്കുന്ന സീൻസൊക്കെ ഉണ്ട്. കാരണം എന്താണ് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിൻ്റെ പിന്നാലെ പോകുന്ന സീനൊക്കെ വരുന്നുണ്ട്. പക്ഷേ നാളത്തെ ആദ്യ രാത്രി ശ്രുതിക്കൊരു ദുരന്തമായിരിക്കും. കാരണം ശ്രുതി അത്രമേൽ സ്നേഹിക്കുന്ന ആളെ നിന്ന് അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ക്രൂരതയാണ് അവൾ അനുഭവിക്കേണ്ടി വരിക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്